ഇത് നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിന്ന് എറണാകുളം വരെ പോവാണ്. വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം എന്തിനാ പോകുന്നതെന്ന്. ഇനി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വിഷ്ണു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സിന് വേണ്ടി പോകുന്നതാണ്. ഇത് നമ്മുടെ ട്രെയിനാണോ എന്ന് ഞാൻ ചോദിച്ചാൽ ഒരു കാര്യമുണ്ട്. എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടാണോ പോണ്ടേ ഇങ്ങോട്ടാണോ പോണ്ടേ ഒരു പിടുത്തമില്ല. ഏത് ട്രെയിൻ കണ്ടാലും എനിക്ക് എല്ലാം ഒരുപോലെ തോന്നുന്നത്. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെ കമന്റ്സിൽ പറയണേ. കഴിഞ്ഞ തവണ നമ്മൾ എറണാകുളത്ത് കാറിനായിരുന്നു പോയത്. അന്ന് ഞാൻ വൊമിറ്റ് ചെയ്ത് നശിപ്പിച്ച്. അതുകൊണ്ടാണ് ഈ തവണ ട്രെയിൻ ഓപ്റ്റ് ചെയ്തത്. ഇതിലെനിക്ക് അതുപോലത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ നമ്മൾ ക്ലിനിക്കിൽ ചെന്നു. ഈ അടുത്തായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഫെയിലിയറിനെ കുറിച്ച് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. നമ്മളോട് ഒരുപാട് പേര് തിരക്കി വിഷ്ണുവിൻ്റെ കണ്ടീഷൻ. വിഷ്ണുവിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഇപ്പം 1 മന്തായി. ഇതാണ് ഹെയറിൻ്റെ കണ്ടീഷൻ. വേറെ യാതൊരു ഹെൽത്ത് പ്രോബ്ലംസോ ഒന്നുമില്ല. എല്ലാം ഓക്കെ ആയിട്ടാണ് പോകുന്നത്. ഇപ്പം PRPക്ക് വേണ്ടി ബ്ലഡ് എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് നമ്മളെ വിളിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ PRP ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ലാഡ് എൻസിറ്റിയുടെ പുറയിലെ മറൈൻ ഡ്രൈവ്. അപ്പോൾ അവിടെ വന്നാണ് ഇന്ന് നമ്മൾ PRP ചെയ്യാൻ വേണ്ടി വന്ന ലാഡ് എൻസിറ്റിയുടെ. ഇന്നിപ്പം നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 1 മന്ത് ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് PRPക്ക് വന്നതാണ്. അപ്പം സ്പോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞോ വിഷ്ണു, PRPക്ക് കയറ്റിയിട്ട് എന്തൊക്കെയായിരുന്നു പ്രൊസീജിയേഴ്സ്? PRPക്ക് കയറ്റുമ്പോൾ ആദ്യം നമ്മുടെ ബ്ലഡ് അവർ കളക്ട് ചെയ്യും. അതിനുശേഷം അതിൽ ട്രാൻസ്ഫോർമേഷനൊക്കെ വരുത്തും. എന്നിട്ട് ഈ ബ്ലഡ് തിരിച്ച് നമ്മുടെ തലയൊട്ടിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയേഴ്സൊക്കെയാണ് ഈ PRP എന്ന് പറയുന്നത്. പെയിനുണ്ടോ? പെയിനുണ്ട്. അപ്പോൾ ആ പെയിൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി അത് സൂചി വെച്ച് ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ആ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വൈബ്രേറ്റർ ഉണ്ട്. ആ വൈബ്രേറ്റർ നമ്മുടെ തലയിൽ ഇങ്ങനെ വെച്ച് കറങ്ങുന്നതാണെന്ന് തോന്നുന്നത്. നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. അതിങ്ങനെ വെച്ചിട്ടാണ് ആ കൂടെ ഇഞ്ചെക്റ്റ് ചെയ്ത് വിടുവാണ്. അപ്പം ഭയങ്കര വൈബ്രേഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ വേദന അറിയത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ നമ്മളോട് ചോദിക്കും വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. എങ്കിലും ഒരു മുള്ളു കൊള്ളുന്ന പോലത്തെ ഒരു വേദന നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ വൈബ്രേറ്റർ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് ഓടുന്നതുകൊണ്ട് നമുക്ക് ഒന്നും തോന്നത്തില്ല. ഭയങ്കര ഒരു മരപ്പ് പോലെ ഒരു ഫീലിംഗ് ആണ്. ഒരു 10 മിനിറ്റ് പ്രൊസീജിയർ ഉണ്ടത്. അതിന് ശേഷം പരിപാടി കൊള്ളാം. ഇത് ഇനിയുള്ള മുടിക്ക്, പഴയ മുടിക്ക്, നമുക്ക് വെച്ച മുടിക്കല്ല, പഴയ മുടിക്ക് കൂടുതൽ ഗ്രോത്ത് കിട്ടാനും പിന്നെ പൊഴിഞ്ഞു പോകാതിരിക്കാനും കൂടുതൽ തിക്നെസ് വരാനും വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സയാണ് ഈ PRP. ഇപ്പം 2 PRP കഴിഞ്ഞു. ഇനി ഒരു 5 എണ്ണം കൊണ്ടുണ്ടല്ലേ. ഇന്നിപ്പോൾ അവർ നമുക്ക് മെഡിസിൻസ് തന്നിട്ടുണ്ട്. പിന്നെ സിറവും തന്നിട്ടുണ്ട്. പിന്നെ ഡാൻഡ്രഫ് വരാതിരിക്കണമെന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പൊടിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഷാമ്പൂ, പിന്നെ ബേബി ഷാമ്പൂ തന്നിട്ടുള്ളത് ഒരു 3 ഡേയ്സ് വീക്ക്ലി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഉണ്ട്, അതൊരു മാസത്തേക്ക് ഇപ്പോൾ തന്നിട്ടുണ്ട്. അത്രയൊക്കെയാണ് ഇന്ന് പോയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഒരു എക്സാക്ട്ലി 1 മന്ത് കൂടെ കഴിയുമ്പോൾ അടുത്ത PRPക്ക് വരണം. ഞങ്ങളപ്പം ഇവിടെ മറൈൻ ഡ്രൈവിൽ വന്നേക്കുവാണ്. യാത്ര ചെയ്യുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കുറച്ചൊന്ന് ക്യാപ്പൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇത്തവണത്തെ PRPക്ക് പോയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഇതാണ്. ഇവിടെ മറ്റേ ഈ CID മ്യൂസിക്കകത്ത് സിനിമ ഷൂട്ട് ചെയ്ത് വിടല്ലേ, കണ്ടാൽ തോന്നില്ലേ? എനിക്ക് തോന്നുന്നു മറ്റേ മേനെ പ്യാരിക്കാന്ന് ദിവസവും കാണുമ്പോൾ അതുപോലെ തോന്നുന്നില്ലേ? പക്ഷേ ഇതല്ല. ഡ്രൈവ് ഒരു 3:30-ക്കായിരുന്നു വന്നത്. പക്ഷേ അതിലും നല്ല ക്ലൈമറ്റ് ഇപ്പോഴാണ് കേട്ടോ. ഒരു 6 മണിയായിട്ടുണ്ട്. ഇപ്പം നല്ല ക്ലൈമറ്റാണ്. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ ചൂട് മാറി ഇവിടെ ഇരുന്ന് സമയമെല്ലാം പോയി. 6:30-യുടെ ട്രെയിനായിരുന്നു. ഇപ്പോൾ അത് കിട്ടുമെന്ന് അറിയത്തില്ല. നമുക്കിപ്പോൾ ട്രെയിനൊക്കെ വരാം കേട്ടോ. കാറിന് മാത്രമല്ല ട്രെയിനൊക്കെ വരാം, കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞു അതിലൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ 6:30-യുടെ ട്രെയിൻ ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനി അടുത്ത ട്രെയിൻ എപ്പോഴാണെന്ന് നോക്കണം. വിഷ്ണു വന്ദേ ഭാരത് കയറിയാലോ? അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. കുറച്ച് ലേറ്റ് ആയിരുന്നു, പിന്നെ നല്ല തിരക്കും. കുറച്ച് നേരം നിന്നതിന് ശേഷമാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. ഒരു 45-50 മിനിറ്റിനുള്ളിൽ കോട്ടയം വന്നു. എനിക്ക് ട്രെയിൻ യാത്രകളാണ് കൂടുതലും ഇഷ്ടം. കാരണം ബസ്, കാറിലൊന്നും എനിക്ക്
ഒട്ടും കംഫർട്ടബിൾ അല്ല, വോമിറ്റ് ചെയ്യാൻ വരും. പക്ഷേ ട്രെയിനിൽ എനിക്ക് എവിടെ വേണമെങ്കിലും പോകും. രാത്രി സമയം കൂടെ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.